ചായ മതിയോ? ചായ വേറെ പാത്രത്തേക്ക് ആക്ക്. വേറെ പാത്രത്തേക്കോ? ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വൈകുന്നേരത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഇതാക്കണം. ഞാൻ ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കലില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയും സന്തോഷം അറിയിക്കുന്നു. പിന്നെ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ നമ്മളെ കൂട്ടുകാർക്ക് ഒരുപാട് കൂട്ടുകാർക്ക് ആഗ്രഹം ഉണ്ടല്ലേ, എന്തായി, എങ്ങനെയാണ്, ഏതാണ്, എന്തൊക്കെ പണികൾ കഴിഞ്ഞു എന്നൊക്കെ. അപ്പം ഞാൻ പറയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഗ്യാസ് സ്റ്റൗവിനെ കുറിച്ച് കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസൊന്നും റെഡി ആയിട്ടില്ല. അതുപോലെ ഇതാക്കണ സിങ്കിൻ്റെ അടുത്ത് പൈപ്പ് വെച്ച, ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സിങ്കിൻ്റെ അടുത്താണ്. ഇവിടെ പൈപ്പ് വെച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പൈപ്പും വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞേന്നില്ലേ, ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് ഓരോ സാമ്പത്തിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അത് വഴിയേ നമുക്ക് പരിഹാരം കാണാം. അതായത് എന്തെങ്കിലും നമ്മൾ ശരിയാക്കാതിരിക്കില്ല. പിന്നെ തറവാടത്തെ പോലെ തന്നെ ഇവിടെ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചാണ്ടാണോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. എന്തായാലും ഉടനെ അതിന് ഒരു വഴി കാണും കേട്ടോ. കാരണം ഇത്രയും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇത്രയും എത്തിപ്പെട്ടില്ല. അതന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പിന്നെ കുറേ കൂട്ടുകാർ അമ്മ വന്നിട്ടില്ലേന്ന് ചോദിച്ചിരുന്നു. അമ്മ വന്നേന്നു, അമ്മൻ്റെ അനിയത്തി വന്നേന്നു, പിന്നെ എൻ്റെ വലിയ നാത്തൂൻ വന്നേന്നു, ചെറിയ നാത്തൂന്, അങ്ങനെ നമ്മളെ കുടുംബം മാത്രം കൂടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ചെറിയൊരു പരിപാടി കഴിക്കണം, കുടിരിക്കൽ കഴിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പാല് കാച്ചൽ, ഒരു കുഞ്ഞു പാല് കാച്ചലൊക്കെ ആയിട്ട് കഴിച്ചത്. പിന്നെ ഗണപതി ഹോമമൊക്കെ കഴിച്ചിരുന്നു. അത് വീട്ടിലല്ല കേട്ടോ, അമ്പലത്തിൽ വെച്ചാൽ കഴിച്ചിരുന്നത്. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയോ എന്നൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു. ഗിഫ്റ്റിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടായൊന്നുമില്ല. പക്ഷേ ഞാനത് കാണിക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പറഞ്ഞാൽ മക്കളെ പരീക്ഷ ആയതുകൊണ്ട് പോലെ പഠിപ്പിക്കണം, അങ്ങനത്തെ ഓരോ ചുറ്റുപാടൊക്കെ ആയിട്ട് പോവാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഓരോ തിരക്കും ബേജാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫ്രീ ആയിട്ട്, ഇപ്പോൾ അടുക്കളത്തെ പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, മക്കൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാലൊക്കെ. അപ്പം ഞാൻ എന്തായാലും എന്താ ഗിഫ്റ്റ് കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ഗിഫ്റ്റ് അറിയാനൊന്നുമില്ല, എന്നാലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളെ സ്നേഹിക്കണമല്ലോ. നമുക്ക് ഓരോ ചെറുതോ വലുതോ ഒന്നും ഞാൻ കണക്ക് പറയണില്ല. പക്ഷെ എന്നാലും ഒരു ഗിഫ്റ്റ് തരുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളത്രയും സ്നേഹിച്ചത് കൊണ്ടല്ലേ ഓല് ഇതേപോലെ നമ്മളെ വീഡിയോയിലൂടെ കണ്ട് മാത്രമേ പരിചയമുള്ളൂ കൂട്ടുകാർക്ക്. അല്ലാതെ തന്നെ യാതൊരു പരിചയമില്ല. നിങ്ങളെ എനിക്ക് പരിചയമില്ല. നമ്മൾ തമ്മിൽ കാണുമ്പോഴൊക്കെയാണ് പരിചയം. അതുപോലെ അതുകൊണ്ട് ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ കറണ്ട് ആയിട്ടില്ല കേട്ടോ. കറണ്ട് കിട്ടിയിട്ട് ഇതൊക്കെ കയറണുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം. വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ മണ്ഡലകാലം, നല്ലൊരു പുണ്യമാസമാണ്. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ നമുക്ക് ഇതൊക്കെ പാല് കാച്ചൽ കഴിഞ്ഞ് കയറണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ആ ആഗ്രഹം സാധിച്ചതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ സന്തോഷം കൊണ്ട് സൂര്യമോളാണെങ്കിൽ 12:15 ഉച്ചയാകുമ്പോഴത്തേനും പരീക്ഷ കഴിഞ്ഞ് വരും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ 10:30ക്കാണ് പരീക്ഷ. പിന്നെ LKG കുട്ടികളും കൂടെ ആണല്ലോ, നേരത്തെ ക്ലാസ് കഴിഞ്ഞ് വരും. സൂര്യമോൾ വന്നതിന് ശേഷം ഞാൻ ഓളെ പഠിപ്പിക്കാൻ വേണ്ടി കുറേ ഓളെ വിളിച്ചു കേട്ടോ. പക്ഷെ ഓൾ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ, എനിക്ക് ഞാൻ ശരിയാക്കി തരാം, ഒരു അടി തരൂ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടു. ഞാൻ ഓൾ സ്കൂൾ വിട്ട് വന്ന സമയം കൊണ്ട് തന്നെ ഓളെ ഞാൻ പഠിപ്പിക്കാൻ ഇരിക്കല കേട്ടോ. ഇന്ന് പിന്നെ രാത്രി ചിലപ്പോൾ വേഗം ഉറക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചൊന്ന് ഓടിച്ച് വിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആരും ഇല്ല ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ കിടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. നാളികേരം പൊളിക്കാൻ പോയതെന്ന്, വെട്ട് കഴിഞ്ഞാൽ നാളികേരം പൊളിക്കാൻ പോയതെന്ന്. അപ്പോൾ ഇതാക്കണ് ഞാൻ ചോദിച്ചു, എന്തപ്പോൾ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എണ്ണക്കടി ഉണ്ടായില്ലേ, എന്നാൽ എടുത്തോ പറഞ്ഞേ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല, ചായ ഉണ്ടാക്കണം. അതിൽ ആ സൂര്യമോള് ആ ഒരു സമയത്ത് 2 കൊട്ട് കയ്യിന് കൊടുത്തു. ഉറക്കല്ല, പതിയെ മെല്ലെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, പഠിക്ക് കുഞ്ഞ്, വായിക്ക് കുഞ്ഞ്. അത് കേട്ട പാടെ ഇതാക്കണം വായിക്കാൻ നിന്നു. പക്ഷേ ആ വീഡിയോൻ്റെ മുന്നിൽ ഓളെ കൊണ്ട് വായിപ്പിച്ചപ്പോൾ ഓൾ മിണ്ടണേ ഇല്ല, ഓൾ ഫോണിലേക്ക് നോക്കുക. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി ഒന്നും പറയലില്ല കേട്ടോ. അതുപോലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഞാൻ ചോദിക്കലുണ്ട്,
എങ്ങനെയുണ്ട് കുഞ്ഞ്, ഇന്നത്തെ പരീക്ഷ എങ്ങനെയുണ്ട്, എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഓള് അപ്പോഴും ഒരു മറുപടിയും പറയലില്ല. ചിലപ്പോൾ അറിയാം കുഴപ്പമൊന്നുമില്ല സുഖമുണ്ട് എന്നൊക്കെ പറയട്ടോ, അല്ലാതെ വിശദീകരിച്ച് ശരിക്കും ഓള് പറഞ്ഞു തരൂല കേട്ടോ. അങ്ങനെ ഓളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞാനിതാ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഫോൺ ഇതാക്കണ സ്ഥിരം വെക്കണ പോലെ ഞാൻ അവിടെ ഒരു ഷോക്കേസ് ഉണ്ടല്ലോ, ആ ഷോക്കേസും അങ്ങോട്ട് വെച്ചാണ്ടാട്ടോ വീഡിയോ എടുക്കാനൊക്കെ നിന്നത്. അപ്പം നമ്മളെ വീട്ടിലേക്ക് വന്നെഴുതി നമ്മൾ തറവാട്ടിനെ മറക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അതുമല്ല തറവാട്ടിൽ ഗ്യാസ് ഉണ്ടല്ലോ, ഈ ഗ്യാസ് ആരും ഉപയോഗിക്കലില്ല കേട്ടോ. ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ രാജു എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എടുക്കലുള്ളൂ. പിന്നെ ചേച്ചീനോട് ഞാൻ പറയുമ്പോൾ ചേച്ചിക്ക് ഗ്യാസുമ്മേൽ വല്ലാണ്ട് ഉപയോഗിക്കലില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും വെള്ളമൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ അതിൽ അരി ഇട്ടളി തിളക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും കൂടെ കേൾക്കില്ല. കാരണം അടുപ്പത്ത് വെച്ച് ശീലമായതുകൊണ്ട് തന്നെ കേട്ടോ. ചേച്ചിക്ക് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലും ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചായയോ കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്യാസുമ്മേൽ വെക്കും കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഈ ഗ്യാസ് ഇങ്ങനെ ഇട്ടാലും ശരിയാവില്ലല്ലോ, എങ്ങനെയെങ്കിലും കഴിയണ്ടേ. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചല്ലേ ഇപ്പോൾ അത് കഴിയുള്ളൂ അല്ലേ. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയെന്ന് വെച്ചാൽ അത് ശരിയല്ല. അത് എനിക്കും താല്പര്യമില്ല കേട്ടോ. അത് അവിടെ തന്നെ നിന്നോട്ടെ. കാരണം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി അയിമേൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുണ്ടല്ലോ ഒന്നും അറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ. എനിക്ക് ജലദോഷം പിടിച്ചതുകൊണ്ട് തന്നെയാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയിട്ട് വരുന്നത് കേട്ടോ. അതുകൊണ്ട് കൂട്ടുകാർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലെന്ന് എനിക്കറിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള ചായ ഞാനിവിടെ വേറെ മാറ്റി വെക്കുന്നുണ്ട്, പാത്രത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആന്ന് പറഞ്ഞു. ഞാൻ അതിനായിട്ട് ചേച്ചി അടുപ്പിൽ തീ മൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് കേട്ടോ ഞാൻ വേറെ ചായ ഉണ്ടാക്കിയെടുക്കണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചായ ഉണ്ടാക്കിയാണ്ട് ഞങ്ങൾക്കുള്ള കുറച്ച് ചായ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്യാസമ്മ ഉണ്ട് കേട്ടോ. ഈ ഷർട്ടല്ലേ ചോദിക്കണേ, അത് തിരുമ്പിട്ടാണ്. അങ്ങനെ ചായയൊക്കെ ആയാണ്ട് ഇതാ ഞാൻ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ചകിരി നമ്മളെ അമ്മേൻ്റെ അനിയത്തി മേമ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. ഇവിടെ വിറകില്ല, വിറക് കത്തിക്കാൻ കുറവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചകിരി ഉണ്ട് അവിടെ, അത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞേന്ന് കേട്ടോ. അപ്പം ഞാനല്ലത് കൊണ്ടുവന്ന മേമ ഇങ്ങോട്ട് പാല് കാച്ചലിൻ്റെ അന്ന് വന്നപ്പോൾ മേമ തന്നെയാണ് ഈ ചകിരിയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. നമ്മൾ ചകിരി അടുപ്പിലിട്ട് കത്തിച്ചേന്ന് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ സൂര്യമോളെ സ്കൂൾക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്നൊരു താത്ത നമ്മളോട് പറഞ്ഞത്, എൻ്റെ പാല് കാച്ചൽ കഴിഞ്ഞില്ലടി, ഞാൻ കണ്ടേന്ന് വീഡിയോ. എടി ഒരു കൊല്ലം ചകിരി അടുപ്പിലിടാൻ പാടില്ല, ചകിരി ചിരട്ട തീരെ ഇടാൻ പാടില്ല, ചകിരി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചകിരി ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടുപ്പ് പൊട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് വിറക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞേന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനെ ആദ്യമായിട്ട് അടുപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ 1 വർഷം കഴിയാതെ ചകിരി ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതിൻ്റെ ഇടയിൽ ഞാൻ ചകിരി കുറച്ചെടുത്ത് ഉപയോഗിച്ചേന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഓലക്കൊടി ആവശ്യത്തിനുള്ളത് അവിടെ കൊണ്ടുപോയേക്കാൻ വേണ്ടി പോയിട്ടോ. അല്ലെങ്കിൽ പിന്നെ രാത്രിയാവും ഞാൻ കുടുങ്ങുക. പുലർച്ചെ എണീക്കുമ്പോൾ കത്തിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓലക്കൊടി ഇല്ലെങ്കിൽ ശരിയാവില്ല. അതിൽ പിന്നെ ഞാൻ എന്താട്ടി, ആ ചകിരി അവിടെ ഇങ്ങനെ പരന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2-3-4 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അതിൽ ഞാൻ അതൊന്ന് ആ ഒരു കല്ലുമ്മൻ തന്നെ അട്ടി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഒരു ഷീറ്റ് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അല്ലാതെ പട്ടി വെക്കാൻ വേറൊരു ഗ്യാപ്പും ഇല്ല, വേറൊരു സ്ഥലമില്ല. അല്ലെങ്കിൽ പിന്നെ ചാക്കിലൊക്കെ ആക്കി വെക്കണം അല്ലേ. പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ ചകിരി അട്ടിക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ചകിരി അട്ടി വെക്കൽ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വിശേഷം കാണുന്നവരേക്കും ടാറ്റ ബൈ, താങ്ക് യു.